ഉണ്ടല്ലോ അവർക്ക് നമുക്ക് കപ്പയും കൂട്ടി ബിരിയാണി കൂട്ടി വെക്കാതെ നമുക്ക് നല്ല ഫോർകാസ്റ്റ് കണ്ടാ നല്ല വെളുപ്പിൽ വെക്കാതെ ഇന്ന് ഇതെല്ലാം കൊണ്ടുവന്നിട്ടേ കണ്ടാ വൈകിട്ട് നമുക്ക് വെക്കാതെ അല്ലാതെ പഞ്ചാമണിയെ കപ്പ മഞ്ഞ കൊണ്ടുപോയി വിഴുങ്ങി എന്തെന്നല്ലേ ഇപ്പൊ പൊട്ടത്തെ എന്ന് വന്നിട്ട് വെക്കാന്ന് പറഞ്ഞ് പണ്ട് നമ്മൾ ഉപ്പ് കൂട്ടിട്ട് വെളിച്ചെണ്ണ നനച്ചോ ഇല്ലെങ്കിൽ അങ്ങനെ വന്ന വയറ്റുന്നുള്ള അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നത് ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം തന്നത് അത് വന്ന് വീട്ടിൽ കൊണ്ട് അടിപൊളിച്ച് ചുട്ടിട്ടും തിന്നും. ഞാൻ വിചാരിച്ച അമ്മ ഇതിപ്പെല്ലാം മറന്നുപോയി. ഇപ്പൊ ആളെ മറന്നുപോയില്ലേ? പണ്ടൊക്കെ ചക്കയിൽ നോക്കുമ്പോൾ എല്ലാ കുഞ്ഞിനെ കൊണ്ടുപോയി കാണാൻ അടുപ്പിലിട്ട് ചുട്ടിരുന്നതാണ്. ഇപ്പൊ അത് വേണ്ട ആക്ക്. തോല് വെച്ചിട്ടുണ്ട് ഇല്ലേ? കുഞ്ഞാറ്റിനെ കൊണ്ട് തോല് വെച്ചിട്ട് തോലിനെ കൊണ്ടുപോയി ഇത് മുട്ടിട്ട് വെച്ച് നിന്നിട്ടുണ്ട് ആള് പണ്ട്. ഇപ്പൊ ഒന്നും വേണ്ടാതെ ഇല്ല. ഇപ്പൊ എന്താ കാര്യം ഉണ്ടായില്ലേ? ഇപ്പൊ ആർക്കാ വേണ്ടേ? ഇപ്പൊ ചക്കയല്ല ഉണ്ടായ ചക്ക വെക്കലില്ല ആള്. ഒരു വെക്കട്ടിയാ ഒരു വെച്ചിട്ട് വെക്കാതെ അവരുടെ തരില്ല ഇപ്പൊ. അപ്പോഴത്തേക്കും തോല് വെച്ച നോക്കണം ഇന്ന് നല്ല തോല് വെച്ചാൽ കിട്ടുന്നത്. നല്ല തോല് വെച്ചാൽ കിട്ടുന്നത് നല്ല കപ്പയായി. അതുകൊണ്ട് വൈകിട്ട് വേഗം വെക്കാതെ വൈകിട്ടായില്ലേ? ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എന്നൊരു കപ്പ ബിരിയാണി ആക്കാന്ന് വിചാരിച്ചു. പണ്ട് നമ്മൾ കടയിൽ നിന്ന് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. നല്ല വെട്ടി കയ്യിലുണ്ട്. നല്ല വെളുപ്പിൽ കഴിയും. ലേശം മഞ്ഞൾ മുളക് നല്ല അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെക്കാതെ നമുക്ക് വെളുപ്പിൽ വെക്കാതെ പറയാം. ഉള്ളി കുറച്ചിട്ടുണ്ട്, പത്തുള്ളി കുറച്ചുണ്ട്, കരിവേപ്പില കുറച്ചിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്, കരിവേപ്പില എല്ലാം മുകളിൽ വെക്കണം. ഓട്ടമോ കുറച്ചിട്ട് വരുന്നുണ്ട്. ഇത് വേഗം വെക്കാതെ കരിവേപ്പില വേഗം. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പോത്തിറച്ചി നല്ല വൃത്തിക്ക് വരട്ടിയെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി നമ്മൾ വെളിച്ചെണ്ണയിനകത്ത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് വഴട്ടിയെടുക്കണം അല്ലേ മേ? അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 3 സവാളയും 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുന്നിൽ നമ്മൾ പോത്തിറച്ചി നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് ഇടില്ലാണെങ്കിൽ കുറേ സമയം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് സമയം ഒരു 6 വിസിൽ അടിച്ചിട്ടുണ്ടാവും അല്ലേ? കുക്കറിൽ ഒരു 6-7 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് സവാളയും അതുപോലെ തന്നെ തക്കാളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ പോത്തിറച്ചിയും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ച് വെച്ചാണ് കേട്ടോ. ഇത് നമുക്ക് ആ വഴട്ടിനകത്ത് നമുക്ക് ഈ മസാല നമ്മളെ പോത്തിറച്ചി നല്ല മസാലയാക്കിയതിന് ശേഷം കപ്പ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൻ്റെ ഇട്ടിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ഇടാം. ആദ്യം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടണം കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ് 2 സ്പൂൺ ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഇറച്ചി മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണോ ആവശ്യത്തിന് വേണ്ടത് അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട്
യോജിപ്പിച്ച് നന്നായിട്ട് മസാല മൊത്തം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ വഴറ്റി വെച്ച മസാലയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പോത്തിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പോത്തിറച്ചിയിലേക്ക് മസാല ഇറങ്ങുന്ന ടൈം, അതായത് കുറച്ച് നന്നായിട്ട് അതുമായിട്ട് യോജിപ്പിച്ച് നമ്മൾ കുറച്ച് സമയം നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഫുള്ളിലിടാൻ പാടില്ല, സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മളെ പോത്തിറച്ചീൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളെ പോത്തിറച്ചി നന്നായിട്ട് മസാലയായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് പോത്തിറച്ചിയും അതുപോലെ തന്നെ കപ്പയും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നാലും മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അമ്മ ഇതിലേക്ക് വേറെ കുറച്ച് മസാലപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കണ്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു എന്തെല്ലാം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടെന്ന്. മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇറച്ചി മസാല, ഇതെല്ലാം ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ എടുക്കുന്ന സമയത്ത് ആച്ചൂട്ടിനും അരൂട്ടിനും എന്തോ ആവശ്യത്തിന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ഇതിലേക്ക് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മുടെ മസാലേൻ്റെ അകത്ത് നമ്മൾ പോത്തിറച്ചി മസാല ആക്കിയില്ലേ, അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം നമ്മൾ അടിപൊളി കപ്പ ബിരിയാണി കേട്ടോ, കപ്പയും പോത്തും കൂടി ഇട്ടിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ തേങ്ങ കൊത്തില്ലേ, അത് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം നെയ്യിൽ. വേണ്ടവർക്ക് കേട്ടോ, എല്ലാത്തവർക്കും നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കേട്ടോ എല്ലാവരോടും. അടിപൊളിയായിട്ടുണ്ട്. അമ്മക്ക് ഏതായാലും കൊടുത്തോട്ടെ. അമ്മ എന്തെങ്കിലും ആദ്യം പറഞ്ഞേ. എല്ലാവർക്കും കൊടുത്തേ കപ്പ ബിരിയാണി തേങ്ങ പുള്ളി ട്രെയിൻ അടിപൊളി കപ്പ ബിരിയാണി സൂപ്പർ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയത്ത് നല്ല കപ്പ ബിരിയാണി കൂട്ടിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോ കപ്പ ബിരിയാണി കൂടി തിന്നുമില്ല. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കപ്പ ബിരിയാണി. അപ്പൊ മറ്റൊരു നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നേരം എല്ലാവർക്കും ടാറ്റ പറഞ്ഞോ.